തീരാ നൊമ്പരമായി മാറിയ ആ എയർ ഇന്ത്യ വിമാനാപകടത്തിന്റെ ഞെട്ടിക്കുന്ന ഓർമ്മകളിൽ നിന്ന് വിട്ടുമാറാതെ ഉള്ളുപൊള്ളിക്കുന്ന വെളിപ്പെടുത്തലുകളുമായി ഒരു ദൃക്സാക്ഷി കൂടി രംഗത്ത്. പൈലറ്റിന്റെ ആത്മഹത്യാ ശ്രമമാണ് ദുരന്തത്തിന് കാരണമെന്ന ഔദ്യോഗിക നിഗമനങ്ങളെ അടിമുടി ഉലയ്ക്കുന്നതാണ് അഹമ്മദാബാദിലെ മോർച്ചറിക്കുള്ളിൽ നേരിട്ട് കണ്ട കാഴ്ചകളെക്കുറിച്ചുള്ള ഈ തുറന്നു പറച്ചിൽ. അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ഏക വ്യക്തിയെയും ആ ദുരന്തം വിഴുങ്ങിയ മറ്റ് കുടുംബാംഗങ്ങളെയും നേരിൽ കണ്ട് ഡെയിലി മെയിൽ ചീഫ് ഫോറിൻ റൈറ്റർ ഡേവിഡ് ജോൺസ് തയ്യാറാക്കിയ പ്രത്യേക അന്വേഷണ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ജൂൺ 12-നായിരുന്നു ലോകത്തെ നടുക്കിയ ആ വിമാനാപകടം ഉണ്ടായത്. അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പറന്നുയർന്ന എയർ ഇന്ത്യയുടെ ബോയിംഗ് 787-8 ഡ്രീം ലൈനർ വിമാനം മിനിറ്റുകൾക്കകം തകർന്നു വീഴുകയായിരുന്നു. വിമാനത്തിലുണ്ടായിരുന്ന 229 യാത്രക്കാരും 12 ജീവനക്കാരും കൂടാതെ വിമാനം പതിച്ച ഹോസ്റ്റൽ കെട്ടിടത്തിലുണ്ടായിരുന്ന 19 പേരും ഉൾപ്പെടെ വലിയൊരു ജനസമൂഹം ആ ചാരക്കൂമ്പാരത്തിൽ ഒടുങ്ങി. വിശ്വനാഥ് കുമാർ രമേശ് എന്ന 40-കാരനായ വ്യവസായി മാത്രം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ലണ്ടനിലെ ലെസ്റ്ററിലുള്ള വിശ്വനാഥിന്റെ വീട്ടിൽ ഇപ്പോൾ ഒരു പുതിയ അതിഥിയെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്. വിശ്വനാഥിന്റെ ഭാര്യ ഹീരൽ രമേശ് രണ്ടാമതൊരു കുഞ്ഞിന് ജന്മം നൽകാൻ ഒരുങ്ങുന്നു. അതും ദുരന്തത്തിന്റെ 1-ാം വാർഷികം കഴിഞ്ഞ് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ. ഇതൊരു പുതിയ തുടക്കമാണെന്ന് ഹീരൽ പ്രത്യാശയോടെ പറയുമ്പോഴും ആ വീട്ടിലെ അന്തരീക്ഷമൊട്ടും സന്തോഷഭരിതമല്ല. ദുരന്തത്തിൽ തന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ അജയിനെ നഷ്ടപ്പെട്ടതിന്റെ ആഘാതവും കടുത്ത മാനസിക സമ്മർദ്ദവും വിശ്വനാഥിനെ ഇന്നും വേട്ടയാടുകയാണ്. താൻ മാത്രം എങ്ങനെ രക്ഷപ്പെട്ടു എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്ന വിശ്വനാഥ് മാസങ്ങളായി തന്റെ കിടപ്പുമുറിയിൽ സ്വയം തടവറ തീർത്തിരിക്കുകയാണ്. ഭാര്യയോടോ 5 വയസ്സുകാരനായ മകനോടോ സംസാരിക്കാൻ പോലും അദ്ദേഹം കൂട്ടാക്കുന്നില്ല. ലണ്ടനിലേക്ക് മടങ്ങാൻ വിശ്വനാഥിന് ഒരു ബിസിനസ് ക്ലാസ് ടിക്കറ്റ് നൽകാൻ പോലും എയർ ഇന്ത്യ വിമുഖത കാണിച്ചതായും ഒടുവിൽ കടുത്ത സമ്മർദ്ദത്തിനൊടുവിലാണ് അവർ അതിന് തയ്യാറായതെന്നും കുടുംബത്തിന്റെ നിയമോപദേശകൻ വെളിപ്പെടുത്തുന്നു. ഗുരുതരമായി പൊള്ളലേൽക്കുകയും കേൾവി ശക്തി നഷ്ടപ്പെടുകയും ചെയ്ത അജയ് പാൽമർ എന്ന തദ്ദേശീയനായ യുവാവിന് വെറും 4.5 ലക്ഷത്തോളം രൂപ മാത്രമാണ് കമ്പനി അധികമായി നൽകിയത്. DNA പരിശോധനകളിലെ അനാസ്ഥ കാരണം പല കുടുംബങ്ങൾക്കും മാറിപ്പോയ മൃതദേഹങ്ങളാണ് കിട്ടിയത്. തന്റെ സഹോദരന്റെ മൃതദേഹം എവിടെയെന്ന് പോലും അറിയാതെ ഒരു കഷ്ണം ചർമ്മം മാത്രം അടക്കം ചെയ്യേണ്ടി വന്ന അമ്മയുടെ കണ്ണീർ ഇന്നും ഉണങ്ങിയിട്ടില്ല. യാത്രക്കാരുടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ വലിയൊരു അളവിൽ കൊള്ളയടിക്കപ്പെട്ടതായും കുടുംബങ്ങൾ ആരോപിക്കുന്നുണ്ട്. അന്വേഷണ റിപ്പോർട്ട് അടുത്ത മാസം പുറത്തു വരാനിരിക്കെയാണ് ഇപ്പോൾ പുതിയ വെളിപ്പെടുത്തലുകളും ഉണ്ടായിരിക്കുന്നത്. വിമാനം തകരുന്നതിന് തൊട്ട് മുമ്പ് ഇന്ധന വിതരണം നിർത്തിവച്ചതിനെ ചൊല്ലി കോക്പിറ്റിൽ പൈലറ്റും കോപ്പ് പൈലറ്റും തമ്മിൽ തർക്കമുണ്ടായതായും തുടർന്ന് പൈലറ്റായ ക്യാപ്റ്റൻ സുമേദ് സഭർവാൾ ആത്മഹത്യ ചെയ്തതാണെന്നുമുള്ള രീതിയിലാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടുകൾ വന്നത്. കമ്പനിയുടെയും വിമാന നിർമ്മാതാക്കളായ ബോയിങ്ങിന്റെയും വീഴ്ചകൾ മറച്ചുവെക്കാൻ പൈലറ്റിനെ മനഃപൂർവ്വം ബലിയാടാക്കുകയാണെന്ന ആരോപണം തുടക്കം മുതലേ ഉണ്ടായിരുന്നു. എന്നാൽ ഈ വാദങ്ങളെ പൂർണ്ണമായും പൊളിച്ചെഴുതുന്നതാണ് അഹമ്മദാബാദ് സിവിൽ ആശുപത്രിയിലെ മോർച്ചറിയിൽ അന്ന് നേരിട്ടു കണ്ട കാഴ്ചകൾ. അപകടത്തിൽ തന്റെ ബന്ധുക്കളെ നഷ്ടപ്പെട്ട റോമിൻ വോറ എന്ന മുൻ ലാബ് അസിസ്റ്റന്റ് അന്ന് രഹസ്യമായി മോർച്ചറിക്കുള്ളിൽ കയറി. അവിടെ കണ്ട ഭീകരമായ കാഴ്ചകൾക്കിടയിൽ ക്യാപ്റ്റൻ സുമേദ് സഭർവാളിന്റെ മൃതദേഹം കണ്ടു. വിമാനത്തിന്റെ ഇരട്ട നിയന്ത്രണ ദണ്ഡ് ഇരു കൈകളാലും ശക്തമായി നെഞ്ചോട് ചേർത്ത് പിടിച്ച നിലയിലായിരുന്നു പൈലറ്റിന്റെ മൃതദേഹം. വിമാനം തകർന്നു വീഴുന്ന അവസാന നിമിഷം വരെയും യാത്രക്കാരുടെ ജീവൻ രക്ഷിക്കാൻ അദ്ദേഹം പരമാവധി ശ്രമിച്ചിരുന്നു എന്നതിന്റെ ജീവിക്കുന്ന തെളിവാണിത്. മാത്രമല്ല, വിമാനത്തിന്റെ യന്ത്ര തകരാറുകൾ മറച്ചുവെക്കാൻ അധികൃതർ കെട്ടിച്ചമച്ച കഥയാണ് പ്രചരിക്കുന്നത്. ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളിലുള്ളത്. ബന്ധുക്കളും ഇതൊക്കെ തന്നെയാണ് വിശ്വസിക്കുന്നത്. അപകടത്തിന് കാരണം വിമാനത്തിന്റെ തകരാറാണെന്നും ജനവാസ മേഖല ഒഴിവാക്കി വിമാനം ഹൈവേയിൽ ഇറക്കാൻ പൈലറ്റ് ശ്രമിച്ചിരുന്നതായും കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചില കുടുംബങ്ങൾ വാദിക്കുന്നുണ്ട്.